വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെമൺ ഡ്യൂഡ്സ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും ഈ പെട്ടി എന്താണെന്ന്. എനിക്ക് അറിയാനുള്ള എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിൽ ഞാൻ പോയപ്പോൾ അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഫാദർ വാങ്ങിച്ചു വെച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഫാദറിൻ്റെ ചോദിച്ചാൽ ഫാദർ പറഞ്ഞു ഇതെന്തോ ഗിഫ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് നേരെ കിടക്കാം. അൺബോക്സിങ്ങിലേക്ക് കിടക്കുവാണ്. ഇവര് ഇത് ആമസോണിൽ നിന്നാണ് തോന്നുന്നു. ഫാദർ അങ്ങനെയാണ് പറഞ്ഞത്. ഇത് എന്തോ സാധനമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആമസോണിൽ നിന്ന് എന്തോ ബുക്ക് ചെയ്ത് വാങ്ങിച്ചാന്നാണ് പറഞ്ഞത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് ചെറിയ ടേപ്പും വലിയ ടേപ്പുമാണ് ഫസ്റ്റ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ചെറിയ ടേപ്പാട്ടോ മുകളിലൊക്കെ ഉള്ളത്. അയ്യോ അൺബോക്സ് കേട്ടാ, നമ്മുടെ ഫസ്റ്റത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. ലാമിയാണ് ഇത് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് RC കാർ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല വേറെ ടൈപ്പ് RC കാർ ആവാൻ സാധ്യതയുണ്ട്. RC കാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. നമ്മളിപ്പോഴേ ഊഹിച്ചാൽ അപ്പം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, ഫാദർ തന്നെ പ്രാങ്ക് ചെയ്തതായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല. അൺബോക്സിംഗ് ആണോ തോന്നില്ല. വലിക്കട്ടെ ഞാൻ. അപ്പൊ എന്റെ ഇതെന്താണ്? എന്തോ ഇതെന്തൂട്ടാ നമ്മള് ബ്ലൂ ഫോട്ടോപ്രൂനായി കമ്പനി ഒന്ന് എടുക്ക അവിടെ നിന്ന്. ഞാനും ഹെൽപ്പ് ചെയ്യണോ? വലിച്ചെടുത്തിട്ടുണ്ട്. ഇത് ട്രൈപോഡാണ്. കാണിച്ച് ഫോട്ടോ വിഷയം ട്രൈപോഡാണ്. അന്ന് സേഫ്റ്റിയിൽ വേണേ. ഇപ്പൊ നമ്മൾ അറിഞ്ഞില്ലേ, നമ്മള് ആദ്യം ഇതിങ്ങനെ ഒന്ന് എറിഞ്ഞ് കളിച്ചാർന്നെങ്കിലാ. എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ഈ ട്രൈപോഡ് ഇടുന്നത്. എന്റെ ചാനൽ ആദ്യത്തെ ട്രൈപോഡ് അല്ലേ? ഞാൻ ഫാദറിന്റെ അടുത്തും മദറിന്റെ അടുത്തും പറയാറുണ്ട് ഞങ്ങൾക്കൊരു ട്രൈപോഡ് ക്യാമറ വാങ്ങിച്ചോടാണ്. ട്രൈപോഡിന്റെ പെട്ടിയിൽ വേറെ എന്തെങ്കിലും വാങ്ങിച്ചേക്കണാണോന്ന് ചെറിയ ഡൗട്ട്. ട്രൈപോഡിന്റെ പെട്ടിയിൽ ചിലപ്പോൾ ആ ബാഗിൽ വല്ല സാധനങ്ങളും പേപ്പറും വല്ലതും കുത്തിക്കയറ്റിയതാണെങ്കിലോ ഊഹിക്കാം എന്നാ ഞാൻ പറയുന്നില്ല. അപ്പൊ തന്നെ ആളുടെ മുഖം മാറി. ആണ് ഇടുക്ക്. നമുക്ക് ഇതൊന്ന് വച്ചു നോക്കാം. പേപ്പറൊക്കെ ഉണ്ട്. പുറത്തേക്കൊന്ന് എടുത്തു നോക്കാം. പേപ്പറാണ് ഇവിടെ. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയുള്ള വീഡിയോസിൽ കാണിക്കും. ചെറുതാണ് കാടൊക്കെ ഭയങ്കര സേഫ്റ്റി. നമുക്ക് ഫോൺ സ്റ്റാൻഡ് ഫോൺ സെറ്റ് ചെയ്യാനുള്ള സാധനമുണ്ട്. ഇതെങ്ങനെയാ ചെയ്യണ്ട? ഇതൊന്നും തുറക്കണ്ട. ഞാൻ കൊറേ യൂട്യൂബേഴ്സിന്റെ അൺബോക്സിംഗ് കണ്ടേക്കണെയാണ്. എനിക്ക് അറിയില്ല എങ്ങനെ സെറ്റ് ചെയ്യണ്ടേന്ന്. ഇവിടെ അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലിപ്പ് വരണം. ഇവിടെ 3 സ്റ്റാൻഡാണ് ഇതിനുള്ളത്. അവൾക്ക് ഒറ്റക്കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഫോൺ വെച്ചാൽ എങ്ങനെയാണെന്നറിയോ? അതൊക്കെ ഞാൻ കണ്ടിട്ട് യൂട്യൂബ് ചാനലില് കൊറേ പൊക്കാൻ പറ്റിയത് എന്റെ ഭാഗത്തിന് പൊക്കിയിട്ട് കാണാം. അപ്പൊ ഇത് ഇത്രയും പൊങ്ങും. ലാമി അവിടെ നിന്ന് പോയി നിൽക്കും. ഇത് ലാമിയാനേക്കാളും വലുതാണ്. ഇത് നമുക്ക് ഫോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിലാണ്. നമുക്കിങ്ങനെ പയ്യെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ലോക്ക് മാറ്റി ഇതല്ല
ഇപ്പം വേറെ ഏതോ നെക്കിയേന് ഇതേ ഈ ലിവറ് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് ലൂസായി ആ താഴും. അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. പിന്നെ ഇത് ഇത്രയും പൊങ്ങും, ഈ ലെഗ്സ് ഇത്രയും പൊങ്ങും. പിന്നെ ഇവിടെ നിന്ന് ഇനിയും പൊങ്ങും. ഞാൻ കാണിച്ചു തരാം എത്ര പൊങ്ങുമെന്ന്. ദേ ഇത്രയും പൊങ്ങും. അത് ലോക്കാക്കിയില്ല മീ, ലോക്കാക്കുക ലാസ്റ്റത്തെ അത് മറ്റേ സൈഡിലേക്ക് ഇരിക്കുക. ആ ടൈറ്റാക്ക്. ആ ദേ ടൈറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്ത് ഫോൺ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പോൾ ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് പൊങ്ങും. ഇപ്പം ലാമിയുടെ കറക്റ്റ് സൈസ് അല്ല ഇത്, എനിക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ. അങ്ങനെ പൊക്കാം, എനിക്ക് ഇങ്ങനെ ചെരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ചെരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെരിഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഹാൻഡിലൊക്കെ വെച്ച് തിരിച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പൊ ഇതിന് നല്ല വീഡിയോസുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ മുഹമ്മദ് അമീൻ സൈനിങ് ഔട്ട്.